ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കാലികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളുടെ വിയറ്റ്നാം മേർലി പകുതി കടിച്ചു പോയി, കടിക്കാത്തതുകൊണ്ട് അവിടെ പച്ചയും കിടക്കുന്നു. പച്ചച്ചക്ക ഇതും വലിയ താമസമില്ലാതെ പഴുത്തു വരും. ഇത് ഒരൊറ്റ ഇതിൽ കിടന്നിരുന്നതാണ്, ഒറ്റ ഞെട്ടി തന്നെ 2 കിടന്നിരുന്നതാണ്. വെയിറ്റ് ഉണ്ട്, ഒരു 5-8 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ചക്കയാണ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ വിയറ്റ്നാം മേർലി പ്ലാവുകളിൽ നിറച്ച് ചക്കകളുണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം ചക്കകൾ കൂടി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഇടിയൻ ചക്കകളെല്ലാം ഒരു 3-4 ചക്ക ഉണ്ടെങ്കിൽ അതിൽ 2 ചക്കയെങ്കിലും നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇടിയൻ ചക്കയൊക്കെ എടുക്കണം. ഒരു കൊലയിൽ ഒരു തണ്ടിലുള്ള 2 ചക്ക മാക്സിമം നിർത്താൻ പാടുള്ളൂ വലിയ ചക്കയാവാനായിട്ട്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം ഈ മരം നമ്മൾ ഉണങ്ങിപ്പോകുന്നത്. വിയറ്റ്നാം മേർലിക്ക് പല സ്ഥലത്തും കാണുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ കൂടുതൽ ചക്ക ഉണ്ടാവും, പക്ഷെ അത് ഫുള്ള് നിർത്തി കഴിഞ്ഞാൽ ആ മരം അങ്ങനെ തന്നെ ഉണങ്ങിപ്പോകും. അപ്പൊ അത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ ഇടയ്ക്ക് ഇടിയൻ ചക്കകൾ ഇട്ട് ഉപയോഗിക്കണം.